ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് earnbyvideo.com എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ട് പൈസ ഏൺ ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കാണും. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനാണ്, അതിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട്, ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ആഡ്സ്, അഡ്വർടൈസ്മെൻറ്റ്സ് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കാണിക്കാം. അതിനായിട്ട് ഞാൻ ലോഗിൻ ഫോൺ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാണ് 1834. ഇത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്ത് കാണാം. അപ്പോൾ ഇത് കാണുന്നത് നല്ലൊരു ഇൻ്റർഫേസാണ്. ഇതിനൊരു ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ബാർ വരുന്നുണ്ട്, നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഹോം അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് ആഡ്സ് എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ്സ് കാണാനുള്ളത്. നമുക്ക് ഇപ്പോൾ എനിക്കത് അനുവദിച്ചിരിക്കുന്നത് 5 അഡ്വർടൈസ്മെൻറ്റാണ് ഒരു ദിവസം കാണാൻ പറ്റുന്നത്. ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ടോട്ടൽ ബാലൻസ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ടുഡേയ്സ് ഏണിങ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊന്നും ഏൺ ചെയ്തിട്ടില്ല. മൊത്തം 620 രൂപ. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാണ്. അത് അധികം നേരമൊന്നും കാണണ്ട, ലെസ് ദാൻ 30 സെക്കൻഡ്സൊക്കെ നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ ആ കൗണ്ടാണ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ 0-ആകുമ്പം ഇത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കിവിടെ ടുഡേയ്സ് ഏണിങ്ങിൽ കാണാൻ പറ്റും. അത്രയും പൈസ നമുക്കിവിടെ ബാലൻസ് കൂടുകയും ചെയ്യും. കാണാൻ നല്ല ഇൻ്റർഫേസാണ്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 654 ഇത് 0 ആകും. 0 ആയി, പ്രോസസ്സ് ചെയ്തു. 8 രൂപ 60 പൈസ, അതാണ് ഇന്നത്തെ ഏണിംഗ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ആ 8 രൂപ 60 പൈസ ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. ഇനി നമ്മളിതിൻ്റെ വിഡ്രോയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരിക്കൽ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു. 150 രൂപ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു. ഇത് ഒരു 1.5 മാസം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് വിഡ്രോയിലൊക്കെ കാണിച്ചു, പക്ഷേ പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എൻ്റെ കസ്റ്റമർ കെയറിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കസ്റ്റമർ കെയർ എടുത്ത് നോക്കിയപ്പം ഇതിനകത്ത് ഒരു ജിമെയിൽ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ ജിമെയിലേക്ക് ഞാനൊരു ഇമെയിൽ അയച്ചു കൊടുത്ത് നോക്കി. അപ്പോൾ ഇമെയിലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ സെൻഡ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരിക്കൽ അയച്ച മെയിലാണിത്. ആദ്യം ഞാനിതിൻ്റെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് ഇത്രയും പൈസ ഞാൻ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഇത് പേയ്മെൻറ്റ് വന്നില്ല എന്ന് പറഞ്ഞ് അയച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് അയച്ചത് ജൂലൈ 11-നാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് റിമൈൻഡർ അയച്ചു. ഇത്ര നാളായിട്ടും അതിന് റിപ്ലൈ വന്നിട്ടില്ല. തിരിച്ച് നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് തന്നെ പോകാം. ഇതിൽ കാണുമ്പോൾ നമുക്ക് നല്ലൊരു അപ്പിയറൻസ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു വ്യൂ ആണ്, നല്ല റെഫറൽസ് ഓപ്ഷൻ ഉണ്ട്. പൈസ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വീഡിയോസിൽ നമുക്ക് കാണുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കണ്ട വീഡിയോ തന്നെയായിരിക്കും ഒട്ടുമിക്ക നാളെയും കാണുക, അത് തന്നെയായിരിക്കും മറ്റന്നാളും കാണുക. അപ്പം ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ആക്ച്വലി പൈസ കിട്ടുമെന്നുള്ള കാര്യം ഇവിടെ ഒരു ഉറപ്പുമില്ല. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നുള്ളതാണ്. കാരണം വെറുതെ ഒരു വീഡിയോ 30 സെക്കൻഡ് നേരം കണ്ടുകൊണ്ട് ആർക്കും 8 രൂപ 60 പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് മൊബൈലിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്താലോ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രമിക്കുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ റിവ്യൂ ഒന്ന് നോക്കുക, നന്നായിട്ട് അതിനെ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.